എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര പാടാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് രാവിലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് ഇന്നിവിടെ ഇടിയപ്പവും മുട്ടക്കറിയും അരിച്ചീനി എനിക്ക് രാവിലെ ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പം എനിക്ക് കുറച്ചേ പറ്റുള്ളൂ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് നിനക്ക് എങ്ങനെ ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇളക്കട്ടെ. ഞാൻ കുറേ നാളായി ദോശ ചേച്ചി സോറി കാശി ക്ഷമിക്കണേ. എൻ്റെ അടുത്ത് കുറച്ച് പൊസിഷൻ മാറിപ്പോയി. അമ്മച്ചി ആരടുത്തും പറയല്ലേ. നീ എന്തൊരു അപ്പോൾ ഗൈസ് ഇതിനൊക്കെയാണ് നമ്മൾ ശരിക്കും പ്രഹസനങ്ങൾ എന്നൊക്കെ പറയുക. അതായത് ഈ ഗ്രാമി ഗംഗ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും നേരത്തെ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ആഫ്റ്റർ മാരേജ് ഞാൻ അൺഫോളോ ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം എന്താ പറയുക, ഒന്നുമില്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് ഇത്രയും എത്തി. അതുപോലെ തന്നെ ഒരു വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ചാനലുകളോ ഇവർക്കെതിരെ ഒരുപാട് റിയാക്ഷൻസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ആഫ്റ്റർ മാരേജ് ഓരോരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അങ്ങ് ചേഞ്ച് ആയിപ്പോയി കേട്ടോ. കാരണം ആ കല്യാണത്തിൻ്റെ ആ ഒരു സമയം ഫുൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വാഷ്റൂമിൽ പോകുന്നതും ഉറങ്ങുന്ന ടൈമിലെ മാത്രമേ വീഡിയോസ് ഇടാത്തുള്ളൂ. ബാക്കി എല്ലാം ഇവർ തമ്മിലുള്ള റൊമാൻസ് പോലും അതിനകത്ത് വീഡിയോസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഫുൾ എന്ത് വാഷ്റൂമിൽ പോകുന്നതും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിലിടുന്ന സാധനം ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ അറിയാവുന്ന കുക്കിംഗ് ഒക്കെ അറിയാതെ പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഒക്കെ പഠിക്കുന്നത് പോലെ അത്രയും വലിയ ടഫൊന്നും അല്ല ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഭയങ്കര ടേസ്റ്റിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എനിക്കാണെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കാറുണ്ട്. നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് യൂട്യൂബിൽ നോക്കി നമുക്കിപ്പം പല ആൾക്കാരെ നമ്മൾ വിളിച്ച് ചോദിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റണ്ടേ അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം കുറച്ച് പാളിച്ചയൊക്കെ പറ്റുമായിരിക്കും, പിന്നെ ചെയ്ത് അത് ഓക്കെ ആവും. അതിപ്പോൾ വലിയ പ്രഹസനം പോലെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഉള്ള കുറേ വീഡിയോസിൽ പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നതും പുള്ളിക്കാരി ഒരു വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കുന്നതും ഒക്കെ അതൊക്കെയാണ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ വീഡിയോസും എടുത്ത് നോക്കിയാൽ അറിയാം രാവിലെ ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വേറൊരു കള്ളം കൂടെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കാണാം. വീട്ടിൽ അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പ മുണ്ടും പൊയ്ക്കൊണ്ടിരുന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറെ ഒന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞു ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കറക്റ്റായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണം ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ടവന്നെ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത് ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്. ഇതിൽ പിന്നെ വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്ന് അതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അല്ല, ഈ ചിക്കൻ ബോക്സ് എനിക്കും വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തൊക്കെ കുരു എന്ന് പറഞ്ഞ് നല്ല കുരുവായിട്ട് വന്ന് നല്ല പാട് വരുന്ന ഒരു അസുഖം തന്നെ ആണല്ലോ അല്ലേ. അപ്പം 18-ാം തീയതിയാണ് പുള്ളിക്കാരൻ ഈ ഒരു അസുഖമൊക്കെ കഴിഞ്ഞ് എണീറ്റത് എന്നാണ് പറയുന്നത്. 20-ാം തീയതിയാണ് ഇവരുടെ കല്യാണം. അപ്പം മുഖത്ത് പാടുകളും കാര്യങ്ങളും ഒന്നും വരത്തില്ലേ? അതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ചിക്കൻ ബോക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഗംഗയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ അധികം ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ അത് വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളത് നോക്കിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചിട്ടതാണ്, എന്തൊക്കെ റീസൺസ് പറയായിരുന്നു. പക്ഷേ എന്തിനാണ് ഇങ്ങനെ വെറുതെ കള്ളത്തരം പറയുന്നത് എന്നാണ്. പിന്നെ ഇനി പുള്ളിക്കാരി ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ പലത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. അതായത് കല്യാണം കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോകുന്നത് ഉറങ്ങുന്നത് വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് കാണിക്കാത്തുള്ളൂ. ബാക്കി എല്ലാം ക്യാമറയ്ക്ക് ഫ്രണ്ടിലിരുന്നിട്ടാണ് ഇവർ തീരുമാനം എടുക്കുന്നത് പോലും. അത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു. കൊള്ളാമോ എൻ്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? തുറന്ന് ഇത് വന്ന് കുറേ ബാഗും കൊള്ളാമോ? താങ്ക് യു.
ഇത്രയും സെക്സി ആയിരുന്നു. താങ്ക് യു. ഇത് ഭയങ്കര സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ ഇത്? സെക്സി. ഇത് അയ്യോ ഒന്ന് പിടിക്കോ? പുതിയ ബ്രാൻഡാ? എന്നിട്ടാ என்ன ஒரு பிரமாதமான ஒரு புது அழகு உங்ககிட்ட இருக்கு. പുതു അഴക് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. കണ്ടല്ലോ, ഈ കാര്യമൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന ഇതൊക്കെ ആക്ച്വലി വ്ളോഗറാണ്, ഡ്യൂട്ടി ഇവരുടെ ജോലിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതൊക്കെ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഞങ്ങൾ പോകത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി മുതൽ ഇവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് പോകാം അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം, അതായത് ഞാൻ ഇന്ന് കൂടുതൽ അപ്പം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന്, എനിക്ക് വേറെതാണ് പറയാൻ തോന്നുന്നത് കേട്ടോ, പക്ഷെ ഞാൻ പറയും. അതൊക്കെ എന്തിനാണ് പറയേണ്ടത്? നമ്മൾ ഹൈഡ് ചെയ്യും. നമ്മൾ വ്ളോഗറാണ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പം അത് ഹൈഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല ആൾക്കാരും ചുരണ്ടിക്കൊണ്ട് വരും. കാരണം എന്താണ്, ഈ യൂട്യൂബിൽ തന്നെ നേരത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, ഇന്നിപ്പോൾ വേറെ ഒന്നും അറിയാത്ത പോലെ പറയുന്നു, ബാത്റൂമിൽ കുളിക്കാൻ കൂട്ടിരിക്കുന്നു, അത് കൂട്ടിരിക്കുന്നു, എനിക്ക് ആ റൂമിൽ തന്നെ ഇരുന്നാൽ മതി, എനിക്ക് ഫുഡിങ് കൊണ്ടുതരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവരുടെ ചാനലിലാണെങ്കിലും അതിനെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ പിരി പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്ളോഗറായിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം അത് മാറി. അങ്ങനെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. ആ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഒരു വീഡിയോ, അപ്പം ഞാൻ അത് കണ്ടിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാം കല്യാണം ആണ്, അപ്പം ഒരു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ തിരക്ക്, ഡ്രസ്സ് മാറേണ്ട വരും, അല്ലെങ്കിൽ വീട്ടിൽ ഒരു സമയത്ത് പോയി കയറേണ്ട വരും. ആ ഒരു ടൈമിലൊക്കെ ആ ഒരു ഹറിബറിയിൽ പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം കല്യാണത്തിൻ്റെ സമയത്ത് ഒരുപാട് ചാനലുകാർ അവിടെ ചെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ലൈക്ക് ഒരു കുറച്ച് പോലും റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോഴും പുള്ളിക്കാരിനെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാതെ, അപ്പം ആദ്യത്തെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യണേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ്, എത്ര എളിമയോടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പം ആ ഒരു എളിമയൊക്കെ പോയിട്ട് വേണേ കാണേണ്ടവർ കണ്ടാൽ മതി, വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നമ്മളെ കാണുന്ന വ്യൂവേഴ്സിനോട് അറ്റ്ലീസ്റ്റ് അവരിരുന്ന് കാണുന്നത് കൊണ്ടാണല്ലോ ഇന്ന് പോലും ഇവരെല്ലാവരും കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചോറ് ഇല്ലാതാവും. സീരിയസ്ലി ഇവരെ ശരിക്കും പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുന്നത്, നമ്മൾ എത്ര വലിയ ഉയരത്തിലാണെങ്കിലും നമ്മൾ താഴോട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് താഴെ ഇറങ്ങേണ്ട വരുമോ, അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്ളോഗറായിരുന്നു ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരാളെ ഞാനിപ്പോൾ ഫോളോ ചെയ്യാറില്ല, ഞാനിപ്പോൾ ഒരു കാര്യവും നോക്കാറില്ല. കാരണം ഈ ഒരു എന്താ പറയുക, ഓവർ ആക്ടിങ് ആണ്. കമൻസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ആൾക്കാർ ഓവർ ആക്ടിങ് ആണ്, എന്തൊക്കെയാണ് ഈ പറയണത്. പുള്ളിക്കാരെ ഭയങ്കര യെസ് മേ ബി ഹാപ്പി ആയിരിക്കും, പക്ഷേ എങ്കിൽ കൂടിയും അതിങ്ങനെ ഓവർ ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഓരോ കാര്യങ്ങൾ കമൻസ് ഇടുമ്പോൾ നിങ്ങൾ വേണമെന്നുള്ളൊരു വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെന്നുള്ളൊരു കണ്ടാൽ മതി, അതിൻ്റെ കുറച്ച് അടങ്ങും. അതായത് ഒന്ന് വിചാരിക്കുക, ഈ ഒരു വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ് വ്യൂവർഷിപ്പ് കിട്ടുന്നത്, അപ്പം അതുകൊണ്ടാണ് പൈസ കിട്ടുന്നത് എന്നുള്ളത് വിചാരിക്കുക. സോ റെസ്പെക്റ്റ് അല്ലേ, നമുക്ക് ഇപ്പം എന്തായാലും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഡാൻസർ ആണെങ്കിൽ നമ്മളെ ചെലങ്കനെ റെസ്പെക്റ്റ് ചെയ്യും. ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.